ഞാൻ അന്ന് പാലക്കാട് വെച്ച് പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ് അയച്ചു വന്നിട്ടുള്ള 3 പേരുകൾ, ആ 3 പേരുകളിൽ ഒരാളെ മെറിറ്റ് അനുസരിച്ച് ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ അവർ ചോദിച്ചതാണ്, മാധ്യമ സുഹൃത്തുക്കൾ തന്നെ ചോദിച്ചതാണ്, നിങ്ങൾക്കത് കാണാം, ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട്. അപ്പോൾ മാധ്യമ സുഹൃത്തുക്കൾ ഏതായി മാധ്യമം, അതും അതിൽ നിന്ന് വ്യക്തമാണ്. ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് ഏതോ ഒരു കേന്ദ്രത്തിൽ നിന്ന് എന്നോട് ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ അവർ സ്വീകരിക്കുന്നു. ആ ചോദ്യങ്ങൾ അവർ കേൾക്കുന്നു, അതിനെ അടിസ്ഥാനപ്പെടുത്തി എന്നോട് ചോദിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ദുർവ്യാഖ്യാനത്തിനുള്ള ശ്രമം നടത്തുന്നത് എന്ന് വ്യക്തമാണല്ലോ. അപ്പോൾ ഒരു മാധ്യമ സിൻഡിക്കേറ്റാണ്, മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ ആ മന്ത്രിസഭാ തീരുമാനത്തെയോ CPM-മായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ ഒരു വ്യതിചലനവും എൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. കൃത്യമായിട്ട് നിലപാട് പറഞ്ഞിട്ടുണ്ട്. അല്ല, സർക്കാരിൻ്റെ തീരുമാനത്തെപ്പറ്റി അഭിപ്രായം പറയേണ്ടത് സ്വാഭാവികമായിട്ടും സർക്കാരാണല്ലോ. മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു പാർട്ടി എന്ന നിലയ്ക്ക് അഭിപ്രായം പറയേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിയല്ലല്ലോ ഗവൺമെൻറ്റിനോട് ഇത് നിർദ്ദേശിക്കേണ്ടത്. ആ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സ്റ്റേറ്റ് ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള 3 പേരുകളിൽ ഒരാളെ മെറിറ്റ് അടിസ്ഥാനത്തിൽ തീരുമാനിച്ചു. അതിനെതിരായിട്ട് ഒരഭിപ്രായവും ഞാൻ പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ ആ ഫേസ്ബുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവും. സ്വാഭാവികമായും CPM നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ എല്ലാ കാലത്തും പാർട്ടിക്ക് സർക്കാരിൽ ഒരു നിയന്ത്രണം എല്ലാ വിഷയത്തിലും എല്ലാ നിലപാടുകളിലും എപ്പോഴും ഉണ്ടാവാറുണ്ട്. സ്വാഭാവികമായി പാർട്ടിക്ക് അക്കാര്യത്തിൽ അഭിപ്രായം പറയാറുണ്ട്. ഈ വിഷയത്തിൽ പാർട്ടിയുടെ അഭിപ്രായം ആണ് അന്ന് താങ്കളോട് ചോദിച്ചത്. അല്ല, അതാ ഞാൻ പറഞ്ഞല്ലോ. അതായത് ഈ കൂത്തുപറമ്പ് വെടിവെപ്പുമായിട്ടുള്ള ബന്ധം കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ അതിനെല്ലാം ഞാൻ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതേസമയം നിങ്ങളെപ്പോലെയുള്ള വലതുപക്ഷ മാധ്യമങ്ങൾ ഓരോ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകളെ സംബന്ധിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ ആസൂത്രിതമായി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് സെൽഭരണം 57-ലെ EMS ഗവൺമെൻറ് കാലത്ത് സെൽഭരണം എന്ന നിലക്കാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തെ നിങ്ങൾ ആക്ഷേപിച്ചത്. ഇപ്പോൾ പറയുന്നത് DGP ആയിട്ട് ആരെ നിശ്ചയിക്കണം എന്നത് പാർട്ടി നിർദ്ദേശം കൊടുക്കണം എന്നാണ്. അങ്ങനെ നിർദ്ദേശം കൊടുക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടില്ലല്ലോ. ഈ കൂത്തുപറമ്പ് വെടിവെപ്പ് കേസിൽ അന്നത്തെ ASP ആയിരുന്ന പ്രവത ചന്ദ്രശേഖരന് പങ്കുണ്ടെന്ന് താങ്കൾ ഇപ്പോഴും വിശ്വസിക്കുന്നു? അല്ല, അത് സംബന്ധിച്ച് ഇതിൻ്റെ വിഷ്വൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും.